നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. 2018 പോലീസിനെയും ജനങ്ങളെയും ഒരുപോലെ ഞെട്ടിച്ചുകൊണ്ട് എറണാകുളത്തെ കുമ്പളത്ത് നിന്ന് ഒരു മൃതദേഹം കണ്ടെത്തി. ഇരുഭാഗത്തും കോൺക്രീറ്റ് ചെയ്ത വീപ്പക്കുറ്റിയുടെ നടുക്കായിട്ടാണ് മനുഷ്യന്റെ അസ്ഥികൂടം കണ്ടെത്തിയത്. ഏതാണ്ട് ഒരു വർഷത്തിലേറെ പഴക്കമുള്ള കൊലപാതകമാണിതെന്ന് പോലീസ് സംശയിച്ചിരുന്നു. ഈ കേസിന് 2 പതിറ്റാണ്ട് മുൻപ് ജപ്പാനിൽ നടന്ന ഒരു സംഭവത്തോട് സാമ്യമുണ്ടായിരുന്നുവെന്ന് വരെ ജനങ്ങൾ സംശയിച്ചിരുന്നു. ജൂങ്കോ ഫുറൂത്ത കേസ് എന്നറിയപ്പെടുന്ന കൊലപാതകം അതിന്റെ ക്രൂരത ഒന്നുകൊണ്ടാണ് രാജ്യത്തൊട്ടാകെ പിടിച്ചുകുലുക്കിയത്. അതിനെക്കുറിച്ച് വന്ന പോലീസ് അന്വേഷണം പുറത്തു കൊണ്ടുവന്ന വിവരങ്ങൾ ഇതാണ്. എന്താണ് ജൂങ്കോ ഫുറൂത്ത കേസ്? ലോകത്തിൽ തന്നെ ഇന്നേ വരെ നടന്നതിൽ വെച്ച് ഏറ്റവും ക്രൂരമായ ലൈംഗിക പീഡനം എന്ന തലവാചകത്തോടെയാണ് ജൂങ്കോ ഫുറൂത്തയുടെ കഥ പ്രചരിക്കുന്നത്. 44 ദിവസം നീണ്ട അതിക്രൂരമായ ബലാത്സംഗത്തിനും പീഡനത്തിനും ഒടുവിൽ 1989 നവംബർ 22-ന് ജൂങ്കോ ഫുറൂത്ത എന്ന 16-കാരി കൊല്ലപ്പെടുന്നത്. ജപ്പാനിലെ മിസാത്തോ പ്രവിശ്യയിലെ ഒരു ഹൈസ്കൂളിലാണ് ജൂങ്കോ ഫുറൂത്തയുടെ വിദ്യാഭ്യാസം. മദ്യപിക്കുകയോ പുകവലിക്കുകയോ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുകയോ ചെയ്യാത്ത ജൂങ്കോ ഫുറൂത്ത തലതെറിച്ച സഹപാഠികളിൽ അസൂയ ജനിപ്പിച്ചിരുന്നു. സ്കൂളിൽ വെച്ച് ഹിരോഷി മിയാനോ എന്ന വിദ്യാർത്ഥിക്ക് ജൂങ്കോ ഫുറൂത്തയോട് ഒരു താല്പര്യമുണ്ടായി. ഈ താല്പര്യം ജൂങ്കോ ഫുറൂത്ത നിരസിച്ചതാണ് പിന്നീട് ലോകം കണ്ട ഏറ്റവും പൈശാചികമായ കുറ്റകൃത്യങ്ങൾക്ക് ഒന്നിന് വഴിയൊരുക്കിയത്. 1988 നവംബർ 25-ന് ഹിരോഷി മിയാനോ അടക്കം വരുന്ന 4 ചെറുപ്പക്കാർ ജൂങ്കോ ഫുറൂത്തയെ തട്ടിക്കൊണ്ടുപോയി. അവരിൽ ഒരാളുടെ രക്ഷിതാവിന്റെ പേരിലുള്ള വീട്ടിലേക്കാണ് തട്ടിക്കൊണ്ടുപോയത്. ടോക്കിയോയിലെ അഡാച്ചിയിലായിരുന്നു ആ വീട്. തട്ടിക്കൊണ്ടുപോയ ശേഷം അവർ ജൂങ്കോ ഫുറൂത്തയെ കൊണ്ട് അവളുടെ രക്ഷിതാക്കളെ വിളിപ്പിക്കുന്നു. താൻ അപകടത്തിലല്ല എന്നും നാടുവിട്ട് തന്റെ സുഹൃത്തുക്കളുടെ കൂടെ താമസിക്കാൻ പോവുകയുമാണ് എന്നായിരുന്നു ജൂങ്കോ അവസാനമായി രക്ഷിതാക്കളെ അറിയിച്ചത്. പിന്നീടുള്ള 44 ദിവസം നേരിടേണ്ടി വരുന്ന നരകതുല്യമായ യാതനകളെക്കുറിച്ച് അപ്പോൾ അവൾക്ക് യാതൊരു ഊഹവും ഉണ്ടായിരുന്നില്ല. ഈ 44 ദിവസങ്ങളിൽ മിക്കവാറും സമയം അവർ ജൂങ്കോ ഫുറൂത്തയെ നഗ്നമായി നിർത്തി. തോന്നുന്ന സമയങ്ങളിലൊക്കെ അവളെ ക്രൂരമായി ബലാത്സംഗം ചെയ്തു. ജപ്പാനീസ് മാഫിയയായ യാക്കൂസുകൾ അടക്കം വരുന്ന 500ഓളം പേർ അവളെ ഈ കാലയളവിൽ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നാണ് അനുമാനം. ചില ദിവസങ്ങളിൽ 12 പുരുഷന്മാർ വരെ അവളെ ലൈംഗികമായി പീഡിപ്പിച്ചു. ഇതിനൊക്കെ പുറമെ കടുത്ത ശാരീരിക പീഡനങ്ങളിലൂടെയും മർദ്ദനങ്ങളിലൂടെയും ജൂങ്കോ ഫുറൂത്തയ്ക്ക് കടന്നു പോകേണ്ടി വന്നു. ഗോൾഫ് സ്റ്റിക്ക് ഉപയോഗിച്ചുള്ള മർദ്ദനം മുതൽ സ്വകാര്യ ഭാഗങ്ങളിൽ ബോട്ടിലുകളും ഇരുമ്പ് ദണ്ടും ഉപയോഗിച്ചുള്ള പ്രയോഗങ്ങളിലൂടെയും അവൾക്ക് കടന്നു പോകേണ്ടി വന്നു. മർദ്ദനങ്ങൾ അവളുടെ ശ്വസന പ്രക്രിയയെ താറുമാറാക്കി. മൂക്കിലൂടെ ശ്വസിക്കാനാകാതെ അവളുടെ രക്തയോട്ടം നിലച്ചു തുടങ്ങി. തകരാറിലായ അവളുടെ ആന്തരികാവയവങ്ങൾ ഭക്ഷണവും വെള്ളവും എടുക്കാതെയായി. ഈ സമയത്ത് കുടിക്കുന്ന വെള്ളത്തെ അതുപോലെ തന്നെ പുറന്തള്ളുകയും അവളിൽ അവസാനിച്ച ജലാംശത്തെ കൂടി ഇല്ലാതാക്കുകയും ചെയ്തു. എന്നാൽ അവളുടെ അവസ്ഥ പീഡകരെ കൂടുതൽ ദേഹോപദ്രവങ്ങൾ ഏൽപ്പിക്കുന്നതിലേക്ക് മാത്രമാണ് നയിച്ചത്. 30 ദിവസമായപ്പോഴേക്കും ജൂങ്കോ ഫുറൂത്തയ്ക്ക് മലമൂത്ര വിസർജനം പോലും അപ്രാപ്യമായ കാര്യമായി. തന്റെ ചുറ്റുമുള്ള നരകത്തിലേക്ക് ഇഴഞ്ഞിഴഞ്ഞു നീങ്ങിയ ജൂങ്കോ ഫുറൂത്തയുടെ ശ്രവണശക്തി ഇല്ലാതാവുകയും മസ്തിഷ്കം ചുരുങ്ങിപ്പോവുകയും ചെയ്തു. അവൾ മരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ജൂങ്കോ ഫുറൂത്തയുടെ മരണം 44 ദിവസം നീണ്ടുനിന്ന പീഡനത്തിനിടയിൽ തന്നെ കൊന്നു കളഞ്ഞൂടെ എന്ന് ജൂങ്കോ ഫുറൂത്ത പലകുറി ആവർത്തിച്ചുകൊണ്ട് അവരോട് കേണുവെങ്കിലും അവരതിന് തയ്യാറായില്ല. പകരം അവർ അവരെ വെല്ലുവിളിക്കുകയാണ് ചെയ്തത്. മജോങ് എന്നറിയപ്പെടുന്ന ഒരു ചീട്ടുകളിയിൽ പങ്കെടുക്കാൻ കളിയിൽ ജൂങ്കോ ഫുറൂത്ത വിജയിച്ചു, മരണത്തിലും എന്ന് പറയേണ്ടി വരും. അവളുടെ വിജയത്തിൽ കുപിതരായ പീഡകർ ലോഹത്തിന്റെ വയർ കൊണ്ട് അവളെ തുടരെ മർദ്ദിച്ചു. കാലിലും കയ്യിലും മുഖത്തും വയറിലുമായി എണ്ണയൊഴിച്ച് തീ കൊളുത്തി. തൊട്ടടുത്ത ദിവസം ക്രൂരമായ പീഡനത്തിൽ നിന്നും മരണം അവൾക്ക് മുക്തി നൽകി. കൊലപാതകത്തിന്റെ ചുരുളഴിയുമ്പോൾ ഇരുഭാഗങ്ങളും കോൺക്രീറ്റ് ചെയ്ത 55 ഗാലൻ വരുന്ന വീപ്പക്കുറ്റിയിലാണ് ജൂങ്കോ ഫുറൂത്തയുടെ മൃതദേഹം അടക്കം ചെയ്തത്. കൊലപാതകികൾ കോൺക്രീറ്റ് ചെയ്ത വീപ്പക്കുറ്റി ടോക്കിയോയിലെ സിമന്റ് ട്രക്കിലേക്ക് നിക്ഷേപിക്കുകയായിരുന്നു. ഒരു മൃതദേഹം ഒളിപ്പിക്കാനും നശിപ്പിക്കാനും എളുപ്പം അത് കാണാത്ത വിധം പരസ്യമായി തന്നെ വെക്കാനുമായിരുന്നു എന്നൊരു വികാല ബുദ്ധിയായിരുന്നു കൊലപാതകികൾക്ക് തോന്നിയത്. എന്നാൽ മണിക്കൂറുകൾക്കകം തന്നെ വിരലടയാള വിദഗ്ധരുടെ സഹായത്തോടെ കൊലപാതകത്തിൽ നേരിട്ട് ബന്ധമില്ലാത്ത ഒരാളെ പിടിക്കാൻ പോലീസിന് കഴിഞ്ഞു. അയാളിലൂടെ കൊലപാതകത്തിന്റെ കണ്ണികളെ ബന്ധിപ്പിച്ച പോലീസുകാർ 1 മാസത്തിനകം തന്നെ കുറ്റവാളികളെ കണ്ടെത്തുകയും ചെയ്തു. വീണ്ടും ജൂങ്കോ ഫുറൂത്തയുടെ കഥ കേരളം ചർച്ച ചെയ്യുകയാണ്.